welcome back to Ejipod. This is me Varnita, your favorite English teacher. Yes, അപ്പോൾ ഓണം എക്സാം ഏകദേശം ഇങ്ങോട്ട് അടുത്തെത്തി കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് വേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ഒട്ടും സമയമില്ല. നമുക്ക് പഠിക്കാനായിട്ട് അങ്ങനെ ഒരുപാട് സമയമൊന്നും ഇല്ല കേട്ടോ. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് 20th ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യും എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യരുത്, എൻ്റെ മക്കൾ വെറുതെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്നിട്ട് എന്ത് ചെയ്യരുത്, സമയം വേസ്റ്റ് ആക്കരുത്. നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് എന്ത്, ഓണം എക്സാം അല്ലേ. എനിക്കൊന്നും നിങ്ങളുടെ സ്കൂളിലൊക്കെ തന്നെ ഇപ്പം മിഡ് ടേം എക്സാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും, മിഡ് ടേം എക്സാം കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പം എല്ലാവരും ചോദിക്കുന്ന ഡൗട്ടാണ്, മിസ്സേ ഇംഗ്ലീഷിന് എത്ര പോർഷൻസ് ആണ് വരിക അല്ലെ, ഏതൊക്കെ ലെസൺസ് ആണ് ഇംഗ്ലീഷിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഇംഗ്ലീഷിന് നമ്മൾ പഠിക്കാൻ അല്ലേ ഏതെങ്കിലും ചാപ്റ്റർ ഒഴിവാക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ലാത്തതുണ്ടോ, ഏതെന്നൊക്കെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക. ഇങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ട്സ് മിസ് എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട്. അപ്പം മിസ് വിചാരിച്ചു എന്നാൽ ഒരു വീഡിയോ ചെയ്തിട്ടേക്കാം, അപ്പോൾ കുട്ടിയൊക്കെ ഹെൽപ്ഫുൾ ആവുമല്ലോ, അപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടേക്കാം എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് നമ്മൾ എന്താണ്, നമ്മുടെ ഓണം എക്സാമിന് എന്തോരം പോർഷൻസ് ചോദിക്കും, ഇംഗ്ലീഷിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസൺസ് ഏതൊക്കെയാണ്, അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എന്ത് ചെയ്യടാ, നമ്മുടെ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ചോദിക്കാനുണ്ട്, മിസ് എനിക്ക് ഈ ഒരു കാര്യം അല്ലെ ഈ ഒരു ലെസൺ കൂടുതൽ അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു തരാമോ, ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ താഴെ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. പിന്നെ മക്കളെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് കേട്ടോ. ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവിടെ നിങ്ങളൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി കഴിയും കേട്ടോ. വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നമ്മളുടെ ഫുൾ നോട്ട്സും എല്ലാ നോട്ട്സും എജുപോർട്ടിൽ എടുക്കുന്ന എല്ലാ ക്ലാസ്സിൻ്റെ നോട്ട്സും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ. യെസ്, അപ്പോൾ അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യാനുള്ളതും ഉറപ്പായിട്ട് നിങ്ങൾ അത് എന്തായാലും ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ക്ലാസ് 5നെ സംബന്ധിച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആണെന്ന് വേണം പറയാം. കാരണം ക്ലാസ് 6 അല്ലേ, 6th സ്റ്റാൻഡേർഡിലെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഈ വർഷം പുതിയ ടെക്സ്റ്റ് ആണ്. 4th സ്റ്റാൻഡേർഡിലാണെങ്കിലും പുതിയ ടെക്സ്റ്റ് ആണ്. നിങ്ങൾക്കെന്ന് പറയുമ്പം നിങ്ങളുടെ തൊട്ട മുന്നിലുള്ള ചേട്ടന്മാരും ചേച്ചിമാരും പഠിച്ചിട്ടുള്ള ടെക്സ്റ്റ് ആണ് കേട്ടോ. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഓണം എക്സാം ഒക്കെ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ അവിടുത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസൺസ് ഏതൊക്കെയാണെങ്കിൽ ഈ ലെസൺസ് ഒരു കാരണവശാലും ഒഴിവാക്കരുത്. അങ്ങനെയുള്ള ലെസൺസ് ആ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ അകത്ത് ദ വാംത്ത് ഓഫ് ലവ് ആണ് ഫസ്റ്റ് യൂണിറ്റ്. അതിൻ്റെ അകത്തുള്ള 3 ലെസൺസ്, കിസ്സിംഗ് ഹാൻഡ്, എ ഫ്രണ്ട്, ദ ഡോട്ട്, ഈ 3 ലെസൺസ് ആണ് ഫസ്റ്റ് യൂണിറ്റിൻ്റെ അകത്ത് വരുന്നത്. അപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് തന്നെ കിസ്സിംഗ് ഹാൻഡ് എന്ന് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടും ദ ഡോട്ടും നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. കാരണം കിസ്സിങ് ഹാൻഡ് എന്താണ് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. നമ്മുടെ ചെസ്റ്ററിന്റെ അമ്മേനെയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ല. യെസ്, അപ്പോൾ ചെസ്റ്ററിനെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലായിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ ഈ 3 ലെസൺസ് ഉണ്ട്. അതിനകത്ത് തന്നെ കിസ്സിങ് ഹാൻഡിന് എന്താണ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൂടുതലാണ്. അതേപോലെ നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് ദ വിങ്സ് ഓഫ് ഡ്രീംസ് എന്ന് പറഞ്ഞ സെക്കൻഡ് യൂണിറ്റിൻ്റെ അകത്ത് ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ് റെയിൻ ഇൻ സമ്മർ, ആര്യ ഇൻ ദ കോക്പിറ്റ്, ഈ 3 ലെസൺസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ആര്യ ഇൻ ദ കോക്പിറ്റിൻ്റെ അകത്തുന്ന ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷം ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ എന്താണ്, ഓണം എക്സാമിന് ആര്യ ഇൻ ദ കോക്പിറ്റ് എന്ന് പറഞ്ഞ ലെസൻ്റെ അകത്ത് അങ്ങനെ ക്വസ്റ്റ്യൻസ് അധികം വരാൻ ചാൻസ് ഇല്ല. നിങ്ങൾ അപ്പോൾ ഇത് പഠിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ് ആൻഡ് റെയിൻ ഇൻ സമ്മർ, അതിൻ്റെ അകത്ത് തന്നെ ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസൺ കേട്ടോ. അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. റെയിൻ ഇൻ സമ്മർ നിങ്ങൾ പഠിച്ചൊന്ന് വെക്കുക. ആര്യ ഇൻ ദ കോക്പിറ്റിനകത്ത് അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷം കണ്ടിട്ടില്ല, ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് മിസ് മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര ലെസൺസ് പഠിച്ചാൽ പോരെ, ഒരുപാട് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, വളരെ ഈസിയാണ് കേട്ടോ. ഇംഗ്ലീഷ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്ട് ഇംഗ്ലീഷ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും പോർഷൻസ് ആണ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ അകത്ത് ഈ വർഷത്തെ ഓണം എക്സാമിന് നിങ്ങൾ ഉറപ്പായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ നിങ്ങൾക്ക് ഈ ലെസൺസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നാണെങ്കിൽ കംപ്ലീറ്റഡ് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഇനി കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാണെങ്കിൽ തീർന്നിട്ടില്ല മിസ്സേ അല്ലെങ്കിൽ നോട്ട് കംപ്ലീറ്റഡ് എന്ന് അതും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ മിസ്സ് പറഞ്ഞാലോ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് കൂടുതൽ അറിയാനുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ലെസൺസ് നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെന്നാണെങ്കിൽ എന്ത് ചെയ്യുക, അത് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. മിസ് അതിനെക്കുറിച്ചൊക്കെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഓണം എക്സാം എഴുതാൻ വേണ്ടി അല്ലേ പ്രിപ്പറേഷൻ ഇപ്പോഴേ അങ്ങോട്ട് തുടങ്ങല്ലേ. പോർഷൻസ് അറിയില്ല അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ലെസൺസ് ഏതാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് ഇനി മടിച്ചിരിക്കില്ലല്ലോ. യെസ്, അപ്പം അങ്ങനത്തെ മടിയൊന്നുമില്ല. അപ്പോൾ എന്താണ്, നമ്മൾ പഠിച്ചു തുടങ്ങാണ്. യെസ്, അപ്പോൾ ഇതേപോലെ വേറൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.